ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരൻ സുബൈർ എന്നൊരു സഹോദരൻ ആവർത്തിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ ജന്മദിനം അടിമയെ മോചിപ്പിച്ചതിന് ആർക്കെങ്കിലും വിരൽത്തുമ്പിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും നരകത്തിൽ ജലം ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കും ആ ജന്മദിനം ആഘോഷിച്ചുകൂടെ? ഇത് അബൂലഹബിന് നരകത്തിൽ വെള്ളം ലഭിക്കുന്നുണ്ട്, വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നബിദിനം ആഘോഷിച്ചുകൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പലതവണ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം. അത് കണ്ടതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ബാബ് കൊടുക്കുന്നുണ്ട്. റലാഅത്തുമായി ബന്ധപ്പെട്ട ബാബ് കൊടുക്കുമ്പോൾ അവിടെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് കാല ഉറുവ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായ സുവൈബയെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അവളെ മോചിപ്പിച്ചു. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് അവർ പാല് കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. ആ കാരണത്താൽ സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ അദ്ദേഹത്തിന് നരകത്തിൽ വെള്ളം ലഭിക്കുന്നു, കുടിനീര് ലഭിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. ഇതൊരു സ്വഹീഹായ സ്വീകാര്യമായ സംഭവമല്ല. ഇമാം ബുഖാരി ഒരു സ്വഹീഹായ ഹദീസായി കൊണ്ടുവന്നതുമല്ല. മറിച്ച് ഇതിനെ വിശദീകരിക്കുമ്പോൾ സാക്ഷാൽ ഇബ്നു ഹജർ അസ്കലാനി പറയുന്ന ഭാഗം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വഫിൽ ഹദീസി ദലാലത്തുൻ അലാ അന്നൽ കാഫിറ ഖദ് യൻഫഉഹുൽ അമലു സ്വാലിഹു ഫിൽ ആഖിറ. ഈ ചരിത്രത്തിൽ, ഈ സംഭവത്തിൽ കാഫിറിന് പരലോകത്ത് അമലിന്, സ്വാലിഹായ അമലിന് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ലാകിന്നഹു മുഖാലിഫുൻ ലി ലാഹിറിൽ ഖുർആൻ. ഇത് ഖുർആന്റെ ലാഹിറിനെതിരാണ്, ഖുർആനെതിരാണ് ഈ സംഭവം. ഇത് പറയുന്നത് ആരാണ്? ഇമാം ബുഖാരിക്ക് ഷറഹ് എഴുതിയ ഫതുഹുൽ ബാരിയുടെ കർത്താവായ ഇബ്നു ഹജർ അസ്കലാനി പറയണം. എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഒരു കാഫിറിന്റെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി തീർക്കുമെന്ന ആയത്ത് മുദ്രിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വൗജീബ അവ്വലൻ ബി അന്നൽ ഖബറ മുർസലൻ. ഇത് മുർസലാണ്, സനദ് മുറിഞ്ഞു പോയ, സ്വീകാര്യമല്ലാത്ത, ഉർവയിൽ നിന്ന് മുർസലാക്കപ്പെട്ട, മുറിഞ്ഞുപോയ ഒരു സംഭവമാണ് ഇത്. ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. മാത്രമല്ല അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് ഫലാ യുഹ്തജ് ബിഹി, തെളിവിന് കൊള്ളാത്ത ഒന്നാണ്. ഇത് പറയുന്നത് ആരാ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ബാബിന് കീഴിൽ കൊടുത്ത, അതിൽ ഒന്നാമത്തെ സംഭവമായിട്ട് കൊടുക്കുന്നത് 5101 സംഭവം എന്ന് പറഞ്ഞാൽ റലാഅത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അബൂസലമയുമായി ബന്ധപ്പെട്ട തൻകിഹ ബിൻത് അബീ സലമ എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടിന് കീഴിലാണ് ഒരു തഅലീഖായിട്ട് ഇത് കൊടുക്കുന്നത്. ഒരു ഹദീസ് എന്ന രീതിയിൽ കൊടുക്കുന്ന സംഭവമല്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത് തെളിവിന് കൊള്ളാത്ത, ഖുർആനെതിരായ സംഭവമാണ്. മാത്രമല്ല, ആരാണ് അബൂലഹബ്? അബൂലഹബാണോ നമ്മുടെ മാതൃക? പ്രവാചകനെ ആദ്യമായി നിന്ദിച്ചത് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദ് നിനക്ക് നാശം ഇതിനാണോ നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി നാശം എന്നാദ്യമായി പറഞ്ഞത് ആരാണ്? ഈ അബൂലഹബാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മസദ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവന്റെ സമ്പത്തോ അവന്റെ ധനമോ അവൻ ഉപകരിക്കുകയില്ല എന്ന ആയത്ത്, എന്ന സൂറത്ത് തന്നെ അബൂലഹബിന്റെ പേരെടുത്ത് വിമർശിച്ച ആ അബൂലഹബിനെ മാതൃകയാക്കുമ്പോൾ, അതിൻ്റെ പേരിൽ ചോദ്യം എഴുതി വിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവരുടെ തൊലിക്കെട്ടി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ദുർബലമായ, അസ്വീകാര്യമായ, പ്രമാണമായി അംഗീകരിക്കാനാവാത്ത സ്വഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ ഇബ്നു ഹജർ അസ്കലാനി പോലും മറുപടി പറഞ്ഞ, അത് ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ പോലും തെളിവായിട്ട്, നബിദിനത്തിന് തെളിവായിട്ട് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു നമ്മെവരെയും ഇതുപോലെയുള്ള ഫിത്നയിൽ നിന്ന്, ഷർറിൽ നിന്ന് നമ്മെവരെയും കാത്തുരക്ഷിക്കട്ടെ.